കേരളത്തിലെ കലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കേരള ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആർട്സ് കലകള്, അതുപോലെ കായികം, സാഹിത്യം, ഈ ഒരു ഭാഗത്ത് നിന്ന് കറന്റ് അഫയേഴ്സും കൂടി 10 മാർക്കിനാണ് സിലബസിൽ പറയുന്നത്. അപ്പൊ കലകൾ എന്ന് പറയുമ്പോൾ കേരളത്തില് കലകളെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചിത്രകലകളുണ്ട്, ദൃശ്യകലകൾ, ശ്രാവ്യകലകൾ, ഇങ്ങനെ വിവിധ രീതിയിലുള്ള കലകളുണ്ട്. അപ്പൊ ആ കലകളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഉദ്ഭവം, അല്ലെങ്കിൽ അതിന്റെ വ്യാപനം, അവയുടെ പരിശീലനം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, വ്യക്തികള്, കലാകാരന്മാര്, എഴുത്തുകാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കേരളം കലകൾ, കേരളത്തിലെ കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചയമായിട്ടുള്ള കലകൾ എന്തായിരിക്കും? മോഹിനിയാട്ടം, കഥകളി പോലുള്ള വളരെ പരിമിതമായ കലകളായിരിക്കും നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവുക. പക്ഷെ കലകളെ കുറിച്ച്, അതിന്റെ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് കലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കലകളുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞപ്പോൾ കഥകളി അതൊക്കെ പിന്നീട് രൂപപ്പെട്ടു വന്നതാണ്. ഏറ്റവും ആദ്യകാലത്ത്, പഴയ പുരാതന കാലങ്ങളിൽ തന്നെ കലകൾ ഉടലെടുത്ത് വന്നിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം, അന്ന് മുതലേ പഴയ ശിലായുഗ കാലഘട്ടങ്ങളിലുള്ള ചിത്രകലകളും അന്നത്തെ കൊത്തുപണികളും ഗുഹാമുഖങ്ങളിലും അവിടെ ഒക്കെ ആയിട്ട് അന്നത്തെ ആളുകൾ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളതൊക്കെ പിന്നീട് കണ്ടെത്തിയതും ആ ഒരു രീതിയിലുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ കലകൾ അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. പഴയ പുരാതന കാലഘട്ടത്തിൽ തന്നെ, ശിലായുഗ കാലഘട്ടങ്ങളിൽ തന്നെ കലകൾ ആവിർഭവിച്ചിട്ടുണ്ട്. അപ്പോ കലകളെ കുറിച്ച് പറയുമ്പോൾ കലകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രകലകളിൽ നിന്നാണ്. അതായത് ചില ആശയങ്ങളെ ചിത്രരൂപത്തിൽ പകർത്തി വെച്ചതിനാണ് നമ്മൾ ചിത്രകലകൾ എന്ന് പറയുക. ചിത്രകലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയങ്ങളെ ചിത്രരൂപത്തിൽ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന കലയാണ് ചിത്രകല. അതായത് ഗുഹയെങ്കിൽ ചുവരുകള്, ചില ഭിത്തികളില്, കല്ലുകളിലൊക്കെ ചിത്രങ്ങള് രൂപപ്പെടുത്തി വെച്ചിരുന്നു. ആ ചിത്രങ്ങൾക്ക് എന്താണ്, അതിൽ നിന്ന് ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ, അപ്പൊ പണ്ട് കാലത്ത് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ ഈ ഒരു കലകൾക്ക് അല്ലെങ്കിൽ ചിത്രങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ടത്തെ കൊട്ടാരങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത്, ഇപ്പൊ മൈസൂർ പാലസ് പോലുള്ള പാലസുകളിൽ, കൊട്ടാരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഭിത്തികളും അവിടുത്തെ ആ ഒരു കൊത്തുപണികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ കലക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ ചിത്രകലക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇതൊരു ചിത്രകലക്ക് ഉദാഹരണമാണ്. അതായത് ഒരു ഭിത്തിയിൽ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിത്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു ചിത്രം നമ്മൾ വരക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു പ്രത്യേക ആശയം ഉണ്ടായിരിക്കും ചിത്രകലകൾക്ക്. അതാണ് ചിത്രകലകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ തിരിച്ച് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അപ്പൊ ചിത്രകലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ തന്നെ ചിത്രകലകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. പണ്ടായിരുന്നു ഇന്നത്തതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോ ശിലായുഗ കാലഘട്ടങ്ങളിൽ തന്നെ ചിത്രകലകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു രീതിയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ചിത്രകല, നവീന ശിലായുഗ കാലത്തുള്ള ഒരു ചിത്രകലയാണ് എടക്കൽ ഗുഹ. നമുക്കറിയാം എടക്കൽ ഗുഹ എവിടെയാണ്? വയനാട് ജില്ലയിലാണുള്ളത് അല്ലെ? കേരളത്തിലെ വയനാട് ജില്ലയിലുള്ള ഒരു ഗുഹയാണ് എടക്കൽ ഗുഹ. വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഗുഹ. ആ ഗുഹയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വയനാട്ടിലെ അമ്പലവയൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എന്തുള്ളത്? ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ അമ്പലവയലിലെ എടക്കൽ ഗുഹയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ചിത്രകലകളൊക്കെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലകളിലാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അമ്പുകുത്തി മലകളിലാണ് എന്തുള്ളത്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്ത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അമ്പുകുത്തി മലകളിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹയിൽ നിന്ന് നവീന ശിലായുഗ കാലഘട്ടങ്ങളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രകലകള് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടെത്തിയ ആൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് പണ്ട് കാലത്ത് ഉണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി അതിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്, കണ്ടെത്തിയിട്ട് ആദ്യം ആയിട്ട് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എഫ് ഫോസറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എഫ്
ഫോസറ്റ്. അപ്പൊ എഫ് ഫോസറ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ മലബാറിലെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനും ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ എഫ് ഫോസറ്റ് എന്ന് പറയുന്ന ആള്. എഫ് ഫോസറ്റ് ആണ് വയനാടിലെ എടക്കൽ ഗുഹയിലുള്ള നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ചിത്രകലകളെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ദെൻ ചിത്രകലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ചിത്രകലയാണ് എന്ത്? ചുവർ ചിത്രകല എന്നറിയപ്പെടുന്നത്. ചുവർ ചിത്രകല. ചിത്രകലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് എന്ത്? ചുവർ ചിത്രകല. അപ്പൊ ചുവർ ചിത്രകല എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ? ചുവരിൽ വരക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ചുവർ ചിത്രകല എന്ന് പറയാം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ചില ചുവർ ചിത്രകലാകാരന്മാരുണ്ട്. ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ചുവർ ചിത്രകലയിൽ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആര്? മമ്മിയൂർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിലെ ചുവർ ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി. ഇനി മമ്മിയൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് ഗുരുവായൂരിലെ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മമ്മിയൂർ കൃഷ്ണൻകുട്ടിയുടെ സംഭാവനയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണത്. ഓക്കെ, അപ്പൊ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവരിലുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുക. വളരെ പ്രശസ്തനായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ചുവർ ചിത്രകലാകാരനാണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി. മമ്മിയൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇനി ചുവർ ചിത്രങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചുവർ ചിത്രമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളം. കായംകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ ഉള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. അക്കാലത്ത് മാർത്താണ്ഡവർമ്മ അന്നത്തെ തനത് വാസ്തുശില്പശാലയിൽ, കേരളത്തിലെ തനത് വാസ്തുശില്പകലയിൽ പണി തീർത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വലിയൊരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. കായംകുളത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ കൊട്ടാരത്തിലെ ചുവർ ചിത്രങ്ങൾ, ആ കൊട്ടാരത്തിലെ ഒരുപാട് ചുവർ ചിത്രങ്ങളുണ്ട്. ആ ചുവർ ചിത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചുവർ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ ചോദിക്കാം, എന്ത് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുവർ ചിത്രങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളത്താണ്. ഓക്കെ, ഇനി അത് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതെന്ന് പറഞ്ഞു അല്ലെ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന് പറയുന്നത് വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലുള്ളതാണ്. ഓക്കെ, വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലുള്ള ചുവർ ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന് പറയുന്നത്. ഇനി ആ ചുവർ ചിത്രം നമ്മൾ പറഞ്ഞു, കൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുവർ ചിത്രം എന്താണ്? ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുമായിട്ട്, ആ കഥയുമായി ബന്ധപ്പെട്ടുള്ള ചുവർ ചിത്രങ്ങളാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളത്. ഇനി ഇവിടെ, അതായത് വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആയോധന കലകളുമായി ബന്ധപ്പെട്ടതാണ്. ഹലോ ഹലോ ഹലോ, ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ആയോധന കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുവർ ചിത്രമാണ് വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലുള്ള ചുവർ ചിത്രം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമാണെന്ന് പറഞ്ഞില്ലേ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ചിത്രകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സുരേഷ് മുതുകുളം. സുരേഷ് മുതുകുളം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രകാരനാണ് വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിന്റെ ചിത്രകലയുമായിട്ട് അല്ലെങ്കിൽ ചുവർ ചിത്രവുമായിട്ട് ഒരുപാട് അതിലേക്ക് സഹകരിച്ച അല്ലെങ്കിൽ അതിന്റെ മെയിൻ മേൽനോട്ടം വഹിച്ച ചിത്രകാരനാണ് സുരേഷ് മുതുകുളം എന്ന് പറയുന്നത്. ആയോധന കലകളുമായി ബന്ധപ്പെട്ട് വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം
രചിച്ചു അല്ലെങ്കിൽ ചുവർച്ചിത്രം വരച്ചു. ആ ചിത്രം വരച്ച പ്രധാന ചിത്രകാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹായികളും ഉണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സുലേഷ് മുതുകുളം എന്ന ചിത്രകാരനാണ് ഈ ഒരു ചിത്രം അവിടെ ചെയ്തത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ചുവർച്ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ ചുവർച്ചിത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയം. ഓക്കെ. ഇന്ത്യയിലെ ഒരു പ്രശസ്ത ചിത്രകാരനാണ് രാജാ രവിവർമ്മ അല്ലെ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ വളരെ ഫേമസ് ആണ്. രാജാ രവിവർമ്മ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലെ കിളിമാനൂർ എന്ന സ്ഥലത്താണ് രാജാ രവിവർമ്മ ജനിച്ചത്. അപ്പൊ ഇന്ത്യയിലെ കലകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ഇന്ത്യയിലെ പ്രശസ്ത ഒരു ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ഇന്ത്യയിലെ കലകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിന്റെ ജനനസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ. ഓക്കെ. അപ്പൊ ഇനി രാജാ രവിവർമ്മയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ചിത്രകാരന്മാരിലെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന രവിവർമ്മ എന്നറിയപ്പെടുന്ന ചിത്രകാരന്മാരിലെ ചിത്രകലയുടെ രാജാ രവിവർമ്മയാണ്. ഓക്കെ. അപ്പൊ ഈ രാജാ രവിവർമ്മയെ കുറിച്ച് പറയുമ്പം അദ്ദേഹം എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിലും പുറത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ് ആര്? രാജാ രവിവർമ്മ എന്ന് പറയുന്ന അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലാണ് ജനിച്ചത്. ഇനി 1893 പ്രശസ്തമായിട്ടുള്ള ചിക്കാഗോയിലെ ഒരു സർവ്വമത സമ്മേളനം നടക്കുന്നുണ്ട്. 1893. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്പീച്ച്, ഒരു പ്രസംഗമൊക്കെ ആ ചിക്കാഗോയിൽ വെച്ചിട്ട് നടന്നിരുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ ആ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു ചിത്ര പ്രദർശനം നടന്നിരുന്നു. അപ്പൊ ആ ചിത്ര പ്രദർശനത്തില് ഈ രാജാ രവിവർമ്മയുടെ ഏകദേശം 10ഓളം ചിത്രങ്ങൾ ആ ഒരു ചിത്ര പ്രദർശനത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അപ്പം വലിയ ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് രാജാ രവിവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ ചിക്കാഗോയിൽ 1893 അത്രയും അക്കാലഘട്ടത്തില് ചിക്കാഗോ എന്ന് പറഞ്ഞ പുറത്ത് അത്രയും വലിയൊരു സമ്മേളനമാണ്, സർവ്വമത സമ്മേളനം അല്ലെ. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു സമ്മേളനം 1893 നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിത്ര പ്രദർശനത്തില് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയ ഒരു നേട്ടമാണത്. ഓക്കെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അവിടെ വളരെ ഫേമസ് ആയി, രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ. ഓക്കെ. ദെൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് കൊടുത്ത പദവിയാണ്, ഇദ്ദേഹത്തിന് മീൻസ് രാജാ രവിവർമ്മക്ക് കൊടുത്ത പദവിയാണ് എന്ത്? കൈസർ ഇ ഹിന്ദ്. കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകി ബ്രിട്ടീഷുകാർ ആദരിച്ച ചിത്രകാരൻ ആര്? രാജാ രവിവർമ്മ. ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകി ആദരിച്ചത് രാജാ രവിവർമ്മയാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട്. അപ്പൊ പ്രധാന ചിത്രങ്ങളാണ് ശകുന്തള, ശകുന്തളയുടെ പ്രേമലേഖനം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത, മലബാർ മനോഹരി, അതാ അച്ഛൻ വരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആ ചിത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോ പേര് കൊടുത്തതാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്സ് ആണ്, രാജാ രവിവർമ്മയുടെ പ്രധാന പെയിന്റിങ്സ് ആണ് ശകുന്തള, ശകുന്തളയുടെ പ്രേമലേഖനം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, തമിഴ് സ്ത്രീ. അപ്പൊ അതിങ്ങനെ വായിക്കുമ്പോ അതിങ്ങനെ മനസ്സിൽ ആ ഒരു പിക്ചർ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആ പിക്ചേഴ്സ് വെച്ചിട്ട് പഠിച്ചാൽ നമുക്ക് ഇയാളുടെ ഒരു പെയിന്റിംഗ് ആണ്, രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് ആണ് ഇതെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത, മലബാർ മനോഹരി, അതാ അച്ഛൻ വരുന്നു. അപ്പൊ അതാ അച്ഛൻ വരുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കുട്ടീനെ എടുത്ത് കൈ ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ അതൊക്കെ എന്താണ്? രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ് ആണ്, പ്രധാന ചിത്രങ്ങളാണ്. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ തന്നെ മറ്റു ചില ചിത്രങ്ങളാണ് ജടായുവധം. അതായത് ചേടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജടായു പാറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ജടായുവധം. അതുപോലെ ശാന്തനുവും സത്യവതിയും, അർജുനനും സുഭദ്രയും, ഹംസയും ദയമന്തിയും. അപ്പൊ ഇതൊക്കെ ഓരോ കൃതികളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഓക്കെ. ദെൻ ക്രിസ്തുവും
ലുംബിനി, മലബാർ കർഷകൻ, ഈ 3 ചിത്രങ്ങൾ, ഈ 3 പെയിന്റിങ്സ് വരച്ചത് KCS പണിക്കരാണ്. ഓക്കെ, KCS പണിക്കരുടെ ചിത്രങ്ങളാണ് ക്രിസ്തുവും ലാസറും. ലുംബിനി എന്ന് പറയുന്ന ബുദ്ധന്റെ ജനനസ്ഥലാണ്. ലുംബിനി, അതുപോലെ മലബാർ കർഷകൻ, ഈ 3 പെയിന്റിങ്സ് കെ രാജരവിവർമ്മയുടെ പെയിന്റിങ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നായർ വനിത, തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, പാൽക്കുടം. ദെൻ ജടായുവധം, ഹംസവും, അതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് ആണ്. KCS പണിക്കർ എന്ന് പറയുന്നത് KCS പണിക്കർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് ആണ് ക്രിസ്തുവും ലാസറും, ലുംബിനി, അതുപോലെ മലബാർ കർഷകൻ. KCS പണിക്കരുടെ ഒരു സംഭാവനയാണ് അദ്ദേഹം ചെന്നൈയില് ചിത്രകാരന്മാർക്ക് വേണ്ടി മാത്രം ഒരു ചോള കലാമണ്ഡലം സ്ഥാപിച്ചു. ചോള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? KCS പണിക്കർ. ചോള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ ചിത്രകാരന്മാർക്ക് വേണ്ടി ചോള കലാമണ്ഡലം സ്ഥാപിച്ചത് KCS പണിക്കറാണ്. അതായത് ചിത്രകാരന്മാർക്ക് ഒരുമിച്ച് കൂടാനും അവിടെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ചോള കലാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചിത്രകാരിയായ ഒരു പെൺകുട്ടിയാണ്. കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് TK പത്മിനി എന്ന് പറയുന്നത്. TK പത്മിനി. അപ്പൊ TK പത്മിനിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സ് ആണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, അതുപോലെ നീലനദി. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി എന്നീ പെയിന്റിങ്സ് എന്നീ ചിത്രങ്ങൾ വരച്ചതാരാണ്? TK പത്മിനി. TK പത്മിനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരിയാണ്. ആ ചിത്രകാരി അറിയപ്പെടുന്ന കേരളത്തിലെ അമൃത ഷെർഗിൾ എന്നറിയപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ദെൻ മറ്റൊരു ചിത്രകാരനായിട്ടുള്ള MV ദേവൻ. അദ്ദേഹം ഒരു ചിത്രകാരനും ഒരു ശില്പിയും കൂടെയാണ്. ശില്പങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ ശില്പി എന്ന് പറയും അല്ലെ. ഒരു ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള ഒരാളാണ് MV ദേവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു രചനാ സമാഹാരമാണ് ദേവസ്പന്ദനം എന്ന രചനാ സമാഹാരം. അതിലൂടെ അദ്ദേഹം വളരെ ഫേമസ് ആയി. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള രചനാ സമാഹാരമാണ് ദേവസ്പന്ദനം എന്ന് പറയുന്നത്. ആരുടെ? MV ദേവന്റെ. അദ്ദേഹം ഒരു ശില്പിയും ഒരു ചിത്രകാരനും ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശില്പമാണ് നമ്മുടെ നെഹ്റു പാർക്കിൽ, കൊല്ലം നെഹ്റു പാർക്കിലുള്ള അമ്മയും കുഞ്ഞും, ഒരമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ശില്പം കൊല്ലത്തെ നെഹ്റു പാർക്കിലുണ്ട്. ആ ഒരു ശില്പം പണി കഴിപ്പിച്ചത് ആരാണ്? MV ദേവനാണ്. ഓക്കെ, MV ദേവൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനും ഒരു ശില്പിയും കൂടെയാണ്. അദ്ദേഹത്തിന്റെ രചനാ സമാഹാരമാണ് ദേവസ്പന്ദനം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അമ്മയും കുഞ്ഞും ശില്പത്തെ കുറിച്ചാണ് അല്ലെ പറഞ്ഞത്. അമ്മയും കുഞ്ഞും ശില്പം എവിടെ? കൊല്ലത്തെ നെഹ്റു പാർക്കിൽ പണി കഴിപ്പിച്ചത് MV ദേവനാണ്. ഇനി അമ്മയും കുഞ്ഞും ശില്പം തന്നെ കേരളത്തിലെ 2 സ്ഥലങ്ങളിലും കൂടെ പ്രധാനപ്പെട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള 3 ശില്പങ്ങളുണ്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും. ഒരമ്മയുടെയും കുഞ്ഞിന്റെയും നമ്മൾ പറഞ്ഞു കൊല്ലം നെഹ്റു പാർക്കിൽ. ഇനി രണ്ടാമത്തെ പ്രതിമ ഇവിടെ ഉണ്ട് തിരുവനന്തപുരം ഒരു മെഡിക്കൽ കോളേജ് സൊസൈറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിലായിട്ട് തിരുവനന്തപുരത്ത് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രതിമ ഉണ്ട്. ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു ശില്പം പണി കഴിപ്പിച്ചത് ആര്യനാട് രാജേന്ദ്രനാണ്. അപ്പൊ അമ്മയും കുഞ്ഞും ശില്പം കൊല്ലം നെഹ്റു പാർക്കിൽ ശില്പം ഉണ്ടാക്കിയത് MV ദേവൻ. ദെൻ ആര്യനാട് രാജേന്ദ്രനാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ആര്യനാട് രാജേന്ദ്രനാണ് അമ്മയും കുഞ്ഞും പ്രതിമ ചെയ്തത്. ദെൻ മൂന്നാമതായിട്ട് അമ്മയും കുഞ്ഞും പ്രതിമ ഉള്ളത് എവിടെയാണ്? കണ്ണൂർ പയ്യാമ്പലം എന്ന സ്ഥലത്ത് കാണായി കുഞ്ഞിരാമൻ. ഒന്നാമത്തത് ആരായിരുന്നു? MV ദേവനായിരുന്നു പണി കഴിപ്പിച്ചത്. രണ്ടാമത്തത് ആര്യനാട് രാജേന്ദ്രനാണ് രണ്ടാമത്തെ ശില്പം ഉണ്ടാക്കിയത്. മൂന്നാമത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ശില്പം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഇമ്പോർട്ടന്റ് ആണ് ഈ 3 പേരുകൾ ഓർത്തു വെക്കുക. ആര്യനാട് രാജേന്ദ്രൻ തിരുവനന്തപുരത്ത്, കണ്ണൂരില് കാനായി കുഞ്ഞിരാമൻ, ദെൻ MV ദേവൻ കൊല്ലത്ത് നെഹ്റു പാർക്കിൽ. ഓക്കെ, ദെൻ ഈ കാനായി കുഞ്ഞിരാമനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം എന്താണ്?
അദ്ദേഹം വേറെയും ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചിത്രകാരൻ തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങളാണ് എന്ത് ഒരു യക്ഷിയുടെ ശില്പം മലമ്പുഴയില് ചെയ്തിട്ടുണ്ട്. ആര്? കാനായി കുഞ്ഞിരാമൻ. അപ്പൊ കാനായി കുഞ്ഞിരാമന്റെ ശില്പമാണ് ഇത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും ശില്പം. കണ്ണൂര് പയ്യാമ്പലത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശില്പമുണ്ട്. അതുപോലെ എവിടെയുണ്ട്? മലമ്പുഴയിൽ ഒരു യക്ഷിയുടെ ശില്പമുണ്ട്. ദെൻ ശംഖുമുഖത്ത് ഒരു ജലകന്യയുടെ ശില്പമുണ്ട്. അപ്പൊ ഈ 3 ശില്പങ്ങൾ ചെയ്തത് ആരാണ്? കാനായി കുഞ്ഞിരാമൻ. കണ്ണൂർ പയ്യാമ്പലത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശില്പം, മലമ്പുഴയിലെ യക്ഷിയുടെ ശില്പം, അതുപോലെ ശംഖുമുഖത്തെ ജലകന്യകയുടെ ശില്പം അല്ലെങ്കിൽ സമുദ്രകന്യകയുടെ ശില്പം ചെയ്തിട്ടുള്ളത് കാനായി കുഞ്ഞിരാമൻ. ദെൻ അത്രയാണ് കാനായി കുഞ്ഞിരാമനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ യക്ഷി എന്ന് പറയുന്ന ശില്പാണ് അദ്ദേഹം മലമ്പുഴയിൽ പണി കഴിപ്പിച്ചത് അല്ലെ. ഇനി യക്ഷി എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവല് എഴുതിയത് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അത് കുഞ്ഞിരാമനല്ല. കാനായി കുഞ്ഞിരാമന് യക്ഷിയുടെ ഒരു ശില്പമാണ് ചെയ്തിട്ടുള്ളത്. ദെൻ യക്ഷി എന്ന നോവൽ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓക്കെ, മലയാറ്റൂർ രാമകൃഷ്ണൻ യക്ഷി എന്ന നോവൽ എഴുതി. ദെൻ വേറെ കുറച്ച് ഇപ്പം നമ്മൾ ഓരോ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ചിത്രകാരന്മാരെ കുറിച്ചൊക്കെയാണ്, ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നുള്ള പേര് അല്ലെ. അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ച് പറയുമ്പോൾ അരവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള അരവിന്ദന്റെ സിനിമകളാണ് ഇത്. ഉത്തരായനം, കാഞ്ചനസീത എന്ന സിനിമകളുടെ ഡയറക്ടർ ആരാണ്? അരവിന്ദനാണ്. അരവിന്ദന്റെ സിനിമകളായിട്ടുള്ള ഉത്തരായനം അഥവാ അല്ലെങ്കിൽ കാഞ്ചനസീതം, ഈ 2 സിനിമകളിൽ ഒരുപാട് ആർട്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ആർട്ടിന്റെ ഒക്കെ ഡയറക്ടർ ആ സിനിമയിലെ ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമയിലെ ആർട്ടിന്റെ ഡയറക്ടറാണ് ആര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിസ്റ്റ് നമ്പൂതിരി പ്രധാനപ്പെട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. സീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടർ ആയിരുന്നത് ആരായിരുന്നു? ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരുന്നു. ഓക്കെ, ദെൻ MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. ഓക്കെ, MTയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് രണ്ടാം ഊഴം. അപ്പൊ ആ രണ്ടാം ഊഴത്തില് അതിലെ കഥാപാത്രങ്ങളുടെ ഓരോ ചിത്രങ്ങളുണ്ട്. ഒരു നോവലിലെ ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ. ദെൻ അതുപോലെ ഈ ഒരു രണ്ടാം ഊഴം എന്ന നോവലില് കഥാപാത്രങ്ങളുടെ രേഖാചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രങ്ങൾ വരച്ചതും ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. രണ്ടാം ഊഴത്തിലെ കഥാപാത്രങ്ങളുടെ രേഖാചിത്രങ്ങൾ വരച്ചതും അരവിന്ദന്റെ സിനിമകളായിട്ടുള്ള ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമകളിലെ ആർട്ടിന്റെ ഡയറക്ടറായിട്ടും ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു. ഓക്കെ, ദെൻ കാർട്ടൂണിസ്റ്റ് ശങ്കറിന് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേരാണ്, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? കേശവ ശങ്കര പിള്ള എന്നുള്ളതാണ്. കേശവ ശങ്കര പിള്ള. അദ്ദേഹത്തിന്റെ ജനന സ്ഥലം കായംകുളാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ ജനിച്ചത് കായംകുളത്താണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം. അപ്പൊ നമ്മൾ ആദ്യം ചിത്രകലകളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? കാർട്ടൂണിലേക്ക് വന്നു. അപ്പൊ കാർട്ടൂണൊക്കെ ഇപ്പൊ ഈ ഒരു അടുത്തായിട്ടാണ് ഇത്ര സുലഭമായി തുടങ്ങിയത്. പണ്ടൊന്നും കാർട്ടൂൺ ഇല്ല. അപ്പൊ ഈ ചിത്രകലകളൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്ത് ഇപ്പൊ ചിത്രകലകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതിന്റെ ഒരു മോഡേണൈസ്ഡ് ഫോം, അതായത് അതിലിങ്ങനെ വിപുലീകരണങ്ങൾ വന്നിട്ട് എന്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാർട്ടൂണുകളൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ കലകളൊക്കെ എന്തിലാണ്? ട്രോളുകളിലും പോസ്റ്ററുകളിലും ഒക്കെയാണ്. ഓക്കെ, കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. അദ്ദേഹം കേശവ ശങ്കര പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ജനന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? കായംകുളത്താണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ജനിക്കുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ജനന സ്ഥലമായിട്ടുള്ള കായംകുളത്താണ് എന്ത്? ഫസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. ഓക്കെ, കാർട്ടൂണിസ്റ്റ് ശങ്കർ ജനിക്കുന്നതും ഇന്ത്യയിലെ ഫസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കായംകുളത്ത്. ദെൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ. ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു 1932 മുതൽ അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിലെ കാർട്ടൂണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഹിന്ദുസ്ഥാൻ ടൈംസിലെ
കാർട്ടൂണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ദെൻ അദ്ദേഹമാണ് ശങ്കേഴ്സ് വീക്കിലി എന്ന് പറഞ്ഞിട്ട് 1948 ശങ്കേഴ്സ് വീക്കിലി സ്റ്റാർട്ട് ചെയ്യുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ്. ഈ ശങ്കേഴ്സ് വീക്കിലി ഇനാഗുറേറ്റ് ചെയ്തത് നെഹ്റു ആണ്. 1948 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു എന്ന് പറയുന്നത്. നെഹ്റു എന്ത് ചെയ്തു? ശങ്കേഴ്സ് വീക്കിലി ഇനാഗുറേറ്റ് ചെയ്തു 1948. നെഹ്റു ആണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ് എന്ത് ചെയ്തത്? ശങ്കേഴ്സ് വീക്കിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1932 മുതൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ കാർട്ടൂണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ്. ദെൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് ചിൽഡേഴ്സ് ബുക്ക് ട്രസ്റ്റ്. അതുപോലെ തന്നെ 1957 ചിൽഡേഴ്സ് ബുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ്. അങ്ങനെ അദ്ദേഹം 1981 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. കായംകുളത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. ദെൻ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ്. ഹിന്ദുസ്ഥാൻ ടൈംസിൽ 1932 മുതൽ അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ദെൻ അതിനുശേഷം അദ്ദേഹം നിർത്തി. 1946 അത് നിർത്തി. 1948 അദ്ദേഹം ശങ്കേഴ്സ് വീക്ക്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ജേണൽ തുടങ്ങി. ദെൻ 1948 അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് നെഹ്റു ആണ്. അപ്പൊ ഈ ശങ്കേഴ്സ് വീക്കിലി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ട്, ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അതായത് ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ടുള്ള അവരുടെ ആർട്ടുകളും അവരുടെ വർക്കുകളും ഒക്കെ ഇതിൽ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ദെൻ ചിൽഡേഴ്സ് ബുക്ക് ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതും കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ്. 1989 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ. ദെൻ മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ എന്ന് പറയുന്ന മഹാക്ഷേമ ദേവത. മലയാളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ ആണ് മഹാക്ഷാമ ദേവത എന്ന് പറയുന്നത്. അതായത് 1919 ഒന്നാം മഹായുദ്ധം അവസാനിക്കുന്ന കാലത്ത് കടുത്ത ക്ഷാമം ഉണ്ടായിരുന്നു. ആയിട്ട് കാർട്ടൂൺ വരുന്നത് മലയാളത്തിലെ ക്ഷാമ ദേവത, മഹാക്ഷാമ ദേവത. ഓക്കെ, ദെൻ ഈ ഒരു മഹാക്ഷേമ ദേവത എന്ന ഫസ്റ്റ് കാർട്ടൂൺ അച്ചടിച്ചു വരുന്നത് ഏതിലാണ്? വിദൂഷകൻ എന്ന മാസികയിലാണ്. വിദൂഷകൻ എന്ന മാസികയിലാണ് മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ ആയിട്ടുള്ള മഹാക്ഷേമ ദേവത അച്ചടിച്ചു വരുന്നത്. 1919 വിദൂഷകൻ എന്ന മാസികയിലാണ്. ഓക്കെ, ദെൻ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള, ഇനി കുറെ കാർട്ടൂണുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കാർട്ടൂണിൽ പ്രശസ്തനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അടുത്തത് ടോംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ശരിയായ നാമം വി.ടി. തോമസ് ആണ്. മറ്റൊരു കാർട്ടൂണിസ്റ്റ് ആണ് വി.ടി. തോമസ്. വി.ടി. തോമസിന്റെ തൂലികാ നാമം ടോംസ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. ആ ബോബനും മോളിയും എന്ന് പറയുന്ന കാർട്ടൂണിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ്? ആ കാർട്ടൂണ് വി.ടി. തോമസിന്റേതാണ്, അല്ലെങ്കിൽ ടോംസ് എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാ നാമം. അദ്ദേഹം രചിച്ചിട്ടുള്ള കാർട്ടൂൺ ആണ് എന്ത്? ബോബനും മോളിയും. ഓക്കെ, ദെൻ അതുപോലെ അരവിന്ദൻ, ജി അരവിന്ദന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉത്തരായനം, അതുപോലെ കാഞ്ചന, സീത എന്ന് പറയുന്ന രണ്ട് സിനിമകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അദ്ദേഹം ഡയറക്ട് ചെയ്ത ആ സിനിമകൾ ചെയ്ത പോലെ തന്നെ അദ്ദേഹം എന്താണ്? ഒരു ചിത്രകാരനും കൂടെ ആയിരുന്നു, ഒരു കാർട്ടൂണിസ്റ്റും കൂടെ ആയിരുന്നു അരവിന്ദൻ. അരവിന്ദന്റെ പ്രധാനപ്പെട്ട ഒരു കാർട്ടൂൺ ആണ് എന്ത്? ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടേതാണ്? ജി അരവിന്ദൻ. ഓക്കെ, ജി അരവിന്ദൻ. ദെൻ അതുപോലെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു കാർട്ടൂണിസ്റ്റ് ആണ് ഒ.വി. വിജയൻ ഒരു കാർട്ടൂണിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. നോവലിസ്റ്റും കൂടെയാണ് ഒ.വി. വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഇതൊക്കെ പ്രശസ്തമായിട്ടുള്ള ഒ.വി. വിജയന്റെ നോവലാണ്. ഒ.വി. വിജയൻ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാർട്ടൂൺ ആണ് എന്ത്? ഇത്തിരി നേരമ്പോക്ക് ഒത്തിരി ദർശനം. ഇത്തിരി നേരമ്പോക്ക് ഒത്തിരി ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂണ് ആരുടേതാണ്? ഒ.വി. വിജയന്റെ. ജി അരവിന്ദന്റെ കാർട്ടൂൺ ആണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും. ബോബനും മോളിയും ആരുടേതാണ്? വി.ടി. തോമസ് അല്ലെങ്കിൽ ടോംസിന്റെ.
OV വിജയൻ പറയുന്ന സമയത്ത് OV വിജയനും MN വിജയനും തമ്മിൽ മാറിപ്പോകരുത്. MN വിജയനുണ്ട്, OV വിജയനുണ്ട്. MN വിജയനും എന്ന് പറയുന്നത് അതായത് MN വിജയന് ഒരു സാഹിത്യ നിരൂപകനാണ്. OV വിജയന് ഒരു നോവലിസ്റ്റുമാണ്, അതേസമയം ഒരു കാർട്ടൂണിസ്റ്റുമാണ്. MN വിജയൻ എന്ന് പറയുന്നത് ഒരു സാഹിത്യ നിരൂപകനാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്ത് വൈലോപ്പിള്ളിയെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? MN വിജയനാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് MN വിജയനാണ്. ദെൻ അടുത്തൊരു പ്രശസ്തനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ മലയാള മനോരമ വീക്കിലിയില് പൊന്നമ്മ സൂപ്രണ്ട്, അതുപോലെ ജൂബ ചേട്ടൻ എന്നൊക്കെ കുറച്ചു മുന്നൊക്കെ ഉണ്ടായിരുന്നു കാർട്ടൂണുകളാണ്. മലയാള മനോരമ വീക്കിലിയിൽ ഉണ്ടായിരുന്ന കാർട്ടൂണുകളാണ് പൊന്നമ്മ സൂപ്രണ്ടും ജൂബ ചേട്ടനും. ഈ കാർട്ടൂണുകളുടെ രചയിതാവ് ആരാണ്? കാർട്ടൂണിസ്റ്റ് ആണ് യേശുദാസൻ. യേശുദാസൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. പൊന്നമ്മ സൂപ്രണ്ട്, ജൂബ ചേട്ടൻ. അതുപോലെ വനിത, നമുക്കറിയാം അല്ലെ, വനിതയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാർട്ടൂണാണ് ഇത്, മിസ്സിസ് നായർ. വനിതയിലെ മിസ്സിസ് നായർ എന്ന കാർട്ടൂണ് ആരുടേതാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് മലയാള മനോരമ വീക്കിലിയിലുള്ള പൊന്നമ്മ സൂപ്രണ്ട്, ജൂബ ചേട്ടൻ എന്നീ 2 കാർട്ടൂണുകളും വനിതയിലെ മിസ്സിസ് നായർ എന്ന കാർട്ടൂണും ചെയ്തത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. ഓക്കെ. ദെൻ അടുത്തത് വനിതയിലെ മനോരമ വീക്കിലിയിലെയും കാർട്ടൂണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിലെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാർട്ടൂൺ ആയിരുന്നു കുഞ്ഞമ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂണ്. അപ്പൊ ആ കാർട്ടൂൺ രചിച്ചത് ആരാണ്? BM ഗഫൂർ ആണ്. മാതൃഭൂമിയിലെ കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ രചിച്ചത് BM ഗഫൂർ. ദെൻ ചിത്രകലയിലെ അരങ്ങിലെ രൂപാവിഷ്കാരം, അതായത് ചിത്രകലയില് പിന്നീട് ഒരുപാട് വിപുലീകരണങ്ങൾ, ഒരുപാട് ആവിഷ്കാരങ്ങളൊക്കെ നടന്നു. അത് ഒരുപാട് മോഡിഫൈ ചെയ്ത് വേറൊരു ഫോമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചിത്രകലയിൽ ഒരു പുതിയൊരു ഫോമാണ് എന്ത്? വരയരങ്ങ് എന്ന് പറയുന്നത്. എന്താണ്? വരയരങ്ങ്. അത് ഡെവലപ്പ് ചെയ്തത് S ജിതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഓക്കെ, S ജിതീഷ് ആണ് വരയരങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ സ്പീഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അതായത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന, ഒരുപാട് ആർട്ടുകൾ, ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലിലെ കലകളായിരിക്കും. അതായത് അത്രയും സ്പീഡിൽ ഒരു നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ആര്? S ജിതീഷ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ചിത്രകലയിലെ അരങ്ങിലെ രൂപാവിഷ്കാരം എന്നറിയപ്പെടുന്ന വരയരങ്ങ്, അരങ്ങിലെ രൂപാവിഷ്കാരമായിട്ടുള്ള വരയരങ്ങ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ S ജിതീഷ്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് കലകളെ കുറിച്ച് പറയുമ്പം, നമ്മുടെ കേരളത്തിലെ കലകളെ കുറിച്ച് പറയുമ്പം അതിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേരള കലാമണ്ഡലം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേരള കലാമണ്ഡലം. കേരളത്തിലെ കലകള് ഒരുപാട് മുന്നോട്ട് നയിക്കുന്നതിലും കേരളത്തിലെ കലകളെ ഒരുപാട് മെച്ചപ്പെടുത്തുന്നതിൽ കേരള കലാമണ്ഡലത്തിനുള്ള പങ്ക് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഓക്കെ, അപ്പൊ കേരള കലാമണ്ഡലത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ഒരു കലാപരിശീലന കേന്ദ്രമാണ് അല്ലെ, ഒരു കലാപരിശീലന കേന്ദ്രമാണ്. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോൾ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, എന്നാലും ഒന്നുകൂടി ഓർത്തു വെക്കാൻ വേണ്ടി പറയാണ്. ഓക്കെ, വള്ളത്തോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ആസ്ഥാന കവി, കേരളത്തിന്റെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? വള്ളത്തോൾ എന്ന് പറയുന്നത്. വള്ളത്തോളാണ് കേരളത്തിന്റെ കലാമണ്ഡലം, കേരള പരിശീലന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. കേരളത്തിന്റെ ആസ്ഥാന കവി, ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, ഇത് സ്ഥാപിക്കുന്നത് 1930 നവംബർ 9-നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 1930 നവംബർ 9-നാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. 2027 തന്നെ ഇതൊരു സൊസൈറ്റി ഒക്കെ ആയിട്ട് ആരംഭിച്ചിരുന്നു. കേരള കലാമണ്ഡലം ഒരു കലാമണ്ഡലമായിട്ട് അത് രൂപീകരിക്കപ്പെടുന്നത് 1930-ലാണ്. ഓക്കെ, ഇനി ഇത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിള നദി അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെറുതുരുത്തി, തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ ചെറുതുരുത്തിയിൽ.
ദെൻ കൽപ്പിത സർവകലാശാല അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന പദവി ലഭിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിന്. കൽപ്പിത സർവകലാശാല, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെയുള്ള പദവി ലഭിച്ചിട്ടുണ്ട് ആർക്ക്? കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന പദവി ലഭിച്ചു. ആ പദവി ലഭിച്ചത് ഏത് വർഷത്തിലാണ്? 2006. 2006 കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ലഭിക്കുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് KG പൗലോസ് ആണ്. കേരള കലാമണ്ഡലത്തിലെ ആദ്യ വൈസ് ചാൻസലർ KG പൗലോസ്, സ്ഥാപകൻ വള്ളത്തോൾ. ഓക്കെ, ഇതിന് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ദൃശ്യകലകളെ കുറിച്ചാണ്. ദൃശ്യകലകൾ, അപ്പൊ ഇതുവരെ നമ്മൾ ചിത്രകലകളെ കുറിച്ചാണ് അല്ലെ പറഞ്ഞിരുന്നത്. ചിത്രകലകളും അതുപോലെ കാർട്ടൂണുകളെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ദൃശ്യകലകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ചിത്രകല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു മാധ്യമത്തില് നമ്മൾ ഒരു ആശയത്തോടെയുള്ള ഒരു ചിത്രം ഒരു മാധ്യമത്തിൽ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? രചിക്കുന്നത് എന്ത് പറയും? ചിത്രകലകൾ എന്ന് പറയും. അങ്ങനെയുള്ള കലകളാണ്. ദെൻ ദൃശ്യകലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൃശ്യമാവുന്ന കലകളൊക്കെ ദൃശ്യം എന്ന് പറയും, കാണാൻ കഴിയുന്ന കലകളൊക്കെ. അപ്പൊ ഇതിൽ വരുന്നതാണ് കൃഷ്ണനാട്ടം, രാമനാട്ടം, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, ഇതുപോലെയുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള കലകളൊക്കെ ഇതിൽ വരും? ദൃശ്യകലകളിൽ വരും, അതിന്റെ ഭാഗമായിട്ടുള്ള. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പൊതുവായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ദൃശ്യകലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്തിനെ കുറിച്ച് തുടങ്ങാം? കൃഷ്ണനാട്ടം. ഓക്കെ, കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ദൃശ്യകല, അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ രാജ. മാനവേദൻ രാജയാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജ. അത് കോഴിക്കോട് സാമൂതിരി ആയിട്ടുള്ള ഒരാളായിരുന്നു. ആര്? മാനവേദൻ രാജ എന്ന് പറയുന്നത്. കോഴിക്കോട് സാമൂതിരി ആയിട്ടുള്ള മാനവേദൻ രാജയാണ് കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കല കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ ഒരു കൃഷ്ണനാട്ടം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ കൃഷ്ണഗീതി, ഈ കോഴിക്കോട് സാമൂതിരി ആയിട്ടുള്ള മാനവേദൻ രാജയുടെ ഒരു രചനയാണ് എന്ത്? കൃഷ്ണഗീതി എന്ന കൃതി. ഈ കൃഷ്ണഗീതി എന്ന കൃതിയുടെ കർത്താവാണ് ആര്? മാനവേദൻ. അദ്ദേഹം, മാനവേദൻ രാജയാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ഒരു രചനയുടെ അടിസ്ഥാനത്തിൽ, ആ ഒരു രചനയെ അടിസ്ഥാനമാക്കിയാണ് ഈ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കല അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, അതായത് കൃഷ്ണനാട്ടം എന്ന ഒരു കല, അതൊരു കലയാണെന്ന് പറഞ്ഞു, ദൃശ്യകലയാണെന്ന് പറഞ്ഞു. ആ കലയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ വാചകാംശം, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ മാനവേദൻ രാജ രചിച്ചിട്ടുള്ള കൃഷ്ണഗീതി എന്ന കൃതിയുടെ ഉള്ളടക്കം എന്താണോ ആ ഉള്ളടക്കത്തെ ഒരു ദൃശ്യമായിട്ട് ആവിഷ്കരിച്ചു. അതിന്റെ പേരാണ് കൃഷ്ണനാട്ടം. ഓക്കെ, ദെൻ രാമനാട്ടം. രാമനാട്ടം എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് അതിന്റെ ഉപജ്ഞാതാവ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ദെൻ രാമനാട്ടത്തെ അറിയപ്പെടുന്ന കഥകളിയുടെ മുൻഗാമി എന്നാണ്. കഥകളിയുടെ മുൻഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകളിയുടെ മുന്നേയുള്ള രൂപം. അതായത് രാമനാട്ടം പിന്നീട് രൂപം മാറിയിട്ടാണ് എന്തായിട്ട് മാറിയത്? കഥകളി ആയിട്ട് മാറിയത്. രാമനാട്ടം തന്നെയാണ് പിന്നീട് അതിൽ പല പരിഷ്കാരങ്ങളും വന്നു, കഥകളിയായിട്ട് മാറി. ഓക്കെ, ദെൻ രാമനാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാമനാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കലയാണ് എന്ത്? കൂടിയാട്ടം. കൂടിയാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്നു എന്ത്? രാമനാട്ടം. അപ്പൊ രാമനാട്ടം ഒന്നുകൂടി പറയാം. രാമനാട്ടത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം കൊണ്ടുവരുന്നത്. കഥകളി അതിൽ നിന്ന് പിന്നീട് ആവിഷ്കരിച്ചുണ്ടായതാണ്, അല്ലെങ്കിൽ രാമനാട്ടം മാറിയിട്ടാണ് പിന്നെ എന്തായിട്ട് മാറിയത്? കഥകളിയായിട്ട് മാറിയത്. കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാമനാട്ടാണ്. ദെൻ രാമനാട്ടം കൂടിയാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കലയാണ് രാമനാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഥകളിയുടെ മുൻഗാമി എന്ന് പറയുന്നത് ആരായിരുന്നായിരിക്കും? കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് അല്ലെ. അതായത് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. കാരണം കഥകളി തന്നെയാണ് രാമനാട്ടം. രാമനാട്ടം മാറിയിട്ടാണ് കഥകളിയായി മാറിയത്. അപ്പൊ അതുകൊണ്ട് കഥകളിയുടെയും രാമനാട്ടത്തിന്റെയും ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയും രാമനാട്ടവും ഏതുമായി അടുത്തു നിൽക്കുന്നു? കൂടിയാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്നു. അതുമായി കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ദൃശ്യകലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ടം എന്താന്ന് പറഞ്ഞു, രാമനാട്ടം എന്താന്ന് പറഞ്ഞു. കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവേദൻ രാജ, കോഴിക്കോട് സാമൂതിരിയായിട്ടുള്ള മാനവേദൻ രാജയാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. കൃഷ്ണഗീതി എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണനാട്ടം ഉള്ളത്. അതുപോലെ രാമനാട്ടം സ്ഥാപകൻ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന കൊട്ടാരക്കര തമ്പുരാൻ. ദെൻ കൂടിയാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്നു. കഥകളിയുടെയും മുൻഗാമിയാണ് രാമനാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവും ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളി കൂടിയാട്ടവുമായി വളരെ അടുത്ത് നിൽക്കുന്നു. ദെൻ ഇനി നമുക്ക് കഥകളിയെ കുറിച്ച്
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ കഥകളി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കാരണം കൊട്ടാരക്കര തമ്പുരാന് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്ന കലയാണ് എന്ത്? രാമനാട്ടം ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ. ആ രാമനാട്ടം പിന്നീട് മാറിയിട്ടാണ് കഥകളിയായി മാറുന്നത്. ദെൻ അതാണ് രാമനാട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കലയാണ് എന്ത്? കഥകളി എന്ന് പറയുന്നത്. ഇനി കഥകളി അറിയപ്പെടുന്ന പേര് എന്താണ്? കലകളുടെ രാജാവ്. അതായത് കലകളിൽ തന്നെ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? രാജാക്കന്മാരുടെ കല അല്ലെങ്കിൽ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി. നേരത്തെ നമ്മൾ രാജാരവിവർമ്മയെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രാജാക്കന്മാരുടെ ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാരവിവർമ്മ. ഇതുപോലെ കലകളുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. ദെൻ കഥകളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ അതിന്റെ മലയാളം അർത്ഥമാണ് സമഗ്ര നൃത്തം എന്ന് പറയുന്നത്. സമഗ്ര നൃത്തം അല്ലെങ്കിൽ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കല കഥകളിയാണ്. ദ ഡാൻസ് ഡ്രാമ എന്നും അറിയപ്പെടുന്നു. ദ ഡാൻസ് ഡ്രാമ നൃത്ത നാടകം എന്ന പേരിലും അറിയപ്പെടുന്നത് എന്താണ്? കഥകളിയാണ്. ഓക്കെ. ഇനി കഥകളിയുമായി പറയുമ്പോൾ കഥകളിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു പ്രധാന ഭാഗം ആണ് എന്ത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. അതായത് കഥകളി രൂപീകരിച്ചിട്ടുള്ളത്, കഥകളി നടത്തുന്നത് അല്ലെങ്കിൽ കഥകളി എന്ന് പറയുന്നത് അതിന്റെ ഉള്ളടക്കം, അതാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥകളി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥകളാണ്. ആട്ടക്കഥകൾ ഒരുപാട് ആട്ടക്കഥകളുണ്ട്. ഒരുപാട് ആട്ടക്കഥകൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കഥകളികൾ നടക്കുന്നത്. അപ്പൊ ആട്ടക്കഥയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. കേരളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത് രാമായണം ആട്ടക്കഥയാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്ന രാമായണം ആട്ടക്കഥ. അപ്പൊ നമ്മൾ കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ കഥകളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഥകളിയുടെ ആദ്യ രൂപമാണ് എന്ത്? രാമനാട്ടം എന്ന് പറയുന്നത്. രാമനാട്ടം മാറിയിട്ടാണ് കഥകളിയായി മാറിയത്. അപ്പൊ ഈ രാമനാട്ടത്തിന്റെ ആട്ടക്കഥയാണ് എന്ത്? രാമായണം ആട്ടക്കഥ അല്ലെങ്കിൽ രാമായണം ആട്ടക്കഥ ബേസ് ചെയ്തിട്ടുള്ള കഥകളിയാണ് രാമനാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത് അതിന്റെ ആട്ടക്കഥയായിരിക്കും. അതാണ് രാമായണം ആട്ടക്കഥ. രാമനാട്ടത്തിന്റെ ആട്ടക്കഥയായ രാമായണം ആട്ടക്കഥയാണ് കേരളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത്. ഓക്കെ. ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളിയുടെ സാഹിത്യ രൂപമാണ്. ഓക്കെ. വേറെ ചില പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് പറയുന്നത്. അപ്പൊ ആട്ടക്കഥകളും അതിന്റെ രചയിതാക്കളും പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് പറയുന്നത് കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 ആട്ടക്കഥകളാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആട്ടക്കഥകളാണ് എന്ത്? കല്യാണ സൗഗന്ധികം, കാലകേയവധം, ഭഗവധം, കിർമീരവധം. ഇത് 4 കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകളാണ്. കോട്ടയത്ത് തമ്പുരാൻ രചിച്ചിട്ടുള്ള ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം, കാലകേയവധം, ഭഗവധം, കിർമീരവധം. 3 വധങ്ങൾ, കലകേയവധവും ഭഗവധവും കിർമീരവധവും, കല്യാണ സൗഗന്ധികം, ഒരു കല്യാണം. ഓക്കെ. അപ്പൊ ഇത് 3 ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ കൊണ്ടുവന്നിട്ടുള്ള ആട്ടക്കഥകളാണ്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ണായി വാര്യർ ആണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. ഓക്കെ. ദെൻ ഉണ്ണായി വാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണായി വാര്യരെ കേരളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു. ആര്? ജോസഫ് മുണ്ടശ്ശേരി. ഉണ്ണായി വാര്യര്, ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിട്ട് വർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി എന്ത് ചെയ്തു? കേരളത്തിന്റെ ശാകുന്തളം എന്ന് ഉണ്ണായി വാര്യരെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ. ഉണ്ണായി വാര്യരെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉണ്ണായി വാര്യരുടെ സ്മരണക്കായിട്ട് ഒരു സ്മാരകം, ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. തൃശ്ശൂരിലുള്ള ഇരിങ്ങാലക്കുടയിൽ. അദ്ദേഹത്തിന്റെ ജനന സ്ഥലവും അവിടെ തന്നെയാണ്. ഉണ്ണായി വാര്യരുടെ ജനന സ്ഥലമായ ഇരിങ്ങാലക്കുടയില്, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയില് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നളചരിതം ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യരുടെ
സംഭാവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആട്ടക്കഥയാണ് എന്ത്? നളചരിതം ആട്ടക്കഥ. കേരളത്തിന്റെ ശാകുന്തളം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ. ദെൻ നമ്മുടെ കലകളെ കുറിച്ച് പറയുമ്പം, പ്രത്യേകിച്ചും ദൃശ്യകലകളെ കുറിച്ചൊക്കെ പറയുമ്പം തിരുവിതാംകൂർ രാജവംശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ. കേരളത്തിലെ കലകളെ വികസിപ്പിക്കുന്നതിന്, കേരളത്തിലെ കലകളിൽ വളരെയധികം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നതിൽ തിരുവിതാംകൂർ രാജവംശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് പങ്കുണ്ട്. അപ്പം തിരുവിതാംകൂർ രാജവംശം ഈ കലകളിലെ എന്തൊക്കെയാണ് സംഭാവനകൾ നൽകിയത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നാട്യശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള ബാലരാമഭാരതം രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ധർമ്മരാജ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ശരിയായ നാമം കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ. അതായത് ബാലരാമഭാരതം കലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ് ബാലരാമഭാരതം. നാട്യശാസ്ത്ര ഗ്രന്ഥമാണ്. അതായത് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ് എന്ത്? ബാലരാമഭാരതം എന്ന് പറയുന്നത്. അതൊരു തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അത് രചിച്ചത്. ആരാണ്? ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയാണ് ബാലരാമഭാരതം രചിച്ചത്. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ. ഈ രുക്മിണി സ്വയംവരം അതുപോലെ പൂതനാമോക്ഷം. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാട്ടക്കഥകളാണ്. അത് രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ തന്നെ മറ്റു രാജാവായിട്ടുള്ള അശ്വതി തിരുനാൾ രാമവർമ്മയാണ് രുക്മിണി സ്വയംവരം അതുപോലെ പൂതനാമോക്ഷം എന്നീ രണ്ടാട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. ഓക്കെ. അശ്വതി തിരുനാൾ രാമവർമ്മ. ദെൻ തിരുവിതാംകൂർ ഭരണാധികാരികളുടെ തന്നെ മറ്റൊന്നാണ് ഇരയിമ്മൻ തമ്പി. അത് ഭരണാധികാരി അല്ലാതെ ആരായിരുന്നു? തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. ഇരയിമ്മൻ തമ്പിയുടെ 3 ആട്ടക്കഥകളാണ് കീചകവധം, ഉത്തരാസ്വയംവരം അതുപോലെ ദക്ഷയോഗം. കീചകവധം, ഉത്തരാസ്വയംവരം അതുപോലെ ദക്ഷയോഗം. ഈ 3 ആട്ടക്കഥകൾ രചിച്ചത് ഇരയിമ്മൻ തമ്പി ആരാണ്? സ്വാതി തിരുനാളിന്റെ കൂടെ ഉണ്ടായിരുന്ന, സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കവിയാണ് ഇരയിമ്മൻ തമ്പി. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയോഗം ഈ 3 ആട്ടക്കഥകൾ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഓക്കെ. ദെൻ കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് മാലി വി മാധവൻ നായർ ആണ് കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത്. അതുപോലെ രാവണ വിജയം രചിച്ചത് കിളിമാനൂർ രാജരാജവർമ്മ അല്ലെങ്കിൽ കിളിമാനൂർ കോയിത്തമ്പുരാൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഓക്കെ. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സംഭാവനകളിൽ പറയാനുള്ളത് ഇതൊക്കെയാണ്. അതായത് കഥകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥകളിയുടെ കുറച്ചു പ്രധാന കാര്യങ്ങൾ, കഥകളിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന വസ്തുതകൾ നമ്മൾ പറഞ്ഞു. പിന്നെ ആട്ടക്കഥകളെ കുറിച്ചാണ് പിന്നീടൊക്കെ പറയാനുള്ളത്. കഥകളിയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ സാഹിത്യ രൂപം ആണ് എന്ത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ആട്ടക്കഥയുടെ പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത് കേരളത്തിലെ രാമായണം ആട്ടക്കഥയാണെന്ന് പറഞ്ഞു. ദെൻ കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ പറഞ്ഞു. കല്യാണ സൗഗന്ധികം, ഭഗവതം, കാലകേയവധം, കിർമീരവധം. ദെൻ നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരാണ് രചിച്ചത്. കേരളത്തിന്റെ ശാകുന്തളം എന്നാണ് അദ്ദേഹത്തെ ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞത്. ദെൻ ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുടയിലാണ്. ദെൻ ആട്ടക്കഥകളെ കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ രാജവംശം ഒരുപാട് ആട്ടക്കഥകള് അവരുടെ കാലത്ത് അല്ലെങ്കിൽ അവര് സംഭാവന ചെയ്തിട്ടുണ്ട്. ദെൻ അതില് ഫസ്റ്റത്തെ ആളാണ് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ധർമ്മരാജ. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ ബാലരാമഭാരതം എന്ന ഗ്രന്ഥം രചിച്ചു. അതൊരു നാട്യശാസ്ത്ര ഗ്രന്ഥമാണ്.
ഓക്കെ. അതുപോലെ രുക്മിണി സ്വയംവരം, പൂതന മോക്ഷം എന്നീ 2 ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. ദെൻ സ്വാതി തിരുനാളിന്റെ കവിയായിരുന്ന ഇരയിമ്മൻ തമ്പി കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയോഗം എന്നീ 3 ആട്ടക്കഥകൾ രചിച്ചു. ദെൻ കർണശപഥം ആട്ടക്കഥ രചിച്ചത് മാലി വി മാധവൻ നായരാണ്. കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത്. രാവണ വിജയം രചിച്ചത് കിളിമാനൂർ രാജരാജവർമ്മ. കിളിമാനൂർ രാജരാജവർമ്മ അല്ലെങ്കിൽ കിളിമാനൂർ കോയിത്തമ്പുരാൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ദെൻ ഈ കിളിമാനൂർ കോയിത്തമ്പുരാനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കിളിമാനൂർ കോയിത്തമ്പുരാനെ കരീന്ദ്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കരീന്ദ്രൻ എന്ന കഥകളി ആചാര്യൻ അല്ലെങ്കിൽ കഥകളി പണ്ഡിതനാണ് ആര്? കിളിമാനൂർ കോയിത്തമ്പുരാൻ. കരീന്ദ്രൻ എന്ന കഥകളി ആചാര്യൻ ആരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ഇനി കഥകളിയില് ഒരുപാട് പരിഷ്കരണ രീതികളുണ്ട്. അതായത് പണ്ട് കഥകളി രൂപീകരിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ ഉള്ള കഥകളികൾ. കഥകളിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പരിഷ്കരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സമ്പ്രദായങ്ങൾ. ഓക്കെ. കഥകളിയിലെ പരിഷ്കരണ സമ്പ്രദായങ്ങൾ പ്രധാനമായിട്ടും 3 പരിഷ്കരണ സമ്പ്രദായങ്ങളാണുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കഥകളിയിലെ പരിഷ്കരണ സമ്പ്രദായങ്ങളാണ് വെട്ടത്തുനാടൻ പരിഷ്കരണം അല്ലെങ്കിൽ വെട്ടത്തുനാടൻ സമ്പ്രദായം, രണ്ടാമത്തെ കപ്ലിങ്ങോടൻ സമ്പ്രദായം, മൂന്നാമത്തേത് കല്ലടിക്കോടൻ സമ്പ്രദായം. ഓക്കെ. അപ്പോ ഓരോ പരിഷ്കരണങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വെട്ടത്തുനാടൻ പരിഷ്കരണം അല്ലെങ്കിൽ വെട്ടത്തുനാടൻ സമ്പ്രദായം എന്ന് പറയുന്നത് വെട്ടത്തുനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കഥകളിയിൽ വന്ന പരിഷ്കരണങ്ങളാണ് എന്ത്? വെട്ടത്തുനാടൻ സമ്പ്രദായങ്ങൾ എന്നറിയപ്പെടുന്നത്. ദെൻ കപ്ലിങ്ങോടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരാണ് കപ്ലിങ്ങോടൻ കപ്ലിങ്ങോടൻ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ കല്ലടിക്കോടൻ സമ്പ്രദായങ്ങൾ കോട്ടയം തമ്പുരാന്മാരാണ് കല്ലടിക്കോടൻ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് 3ഉം ഓർത്തു വെക്കുക. സമ്പ്രദായം എന്ന് പറഞ്ഞാല് കഥകളിയിലെ പരിഷ്കരണങ്ങളാണ്, കഥകളിയിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ അത് 3 തരത്തിലുണ്ട്: വെട്ടത്തുനാടൻ, കപ്ലിങ്ങോടൻ, കല്ലടിക്കോടൻ. വെട്ടത്തുനാടൻ പരിഷ്കരണം, വെട്ടത്തുനാടൻ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടത്ത് നാട്ടിൽ കൊണ്ടുവന്ന സമ്പ്രദായങ്ങൾ. ദെൻ കപ്ലിങ്ങോടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളാണ് കപ്ലിങ്ങോടൻ സമ്പ്രദായങ്ങൾ. ദെൻ കല്ലടിക്കോടൻ കോട്ടയം തമ്പുരാൻ കൊണ്ടുവന്ന സമ്പ്രദായങ്ങൾ. ഓക്കെ. അപ്പൊ ഇനി വെട്ടത്തുനാടൻ സമ്പ്രദായം അല്ലെങ്കിൽ വെട്ടത്തുനാട്ടിൽ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഭാഗമായിട്ട് വന്ന പരിഷ്കരണങ്ങളാണ്: ഒന്ന്, വാചകാഭിനയം നിർത്തി. അതായത് ഇപ്പോഴത്തെ കഥകളി എന്ന് പറയുന്നത് എന്താണ്? അതിൽ സംസാരം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അഭിനയം മാത്രമാണുള്ളത്. അതായത് ആംഗ്യ അഭിനയം, അതുപോലെ ഭാവാഭിനയം ഒക്കെയാണ് ഇപ്പൊ കഥകളിയിലുള്ളത്. പണ്ട് എന്തുണ്ടായിരുന്നു? വാചക അഭിനയം ഉണ്ടായിരുന്നു. അതായത് അതിന്റെ കൂടെ സംസാരിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, ഫാസ്റ്റ് ആക്കാം. ദെൻ ഇപ്പോ എന്തുണ്ട്? ഇപ്പൊ വാചകാഭിനയം ഇല്ല, വാചകാഭിനയം നിർത്തി. ദെൻ പിന്നെ വരുന്നതാണ് എന്താ? ചെണ്ട തിരനോട്ട സമ്പ്രദായം. ഓക്കെ. ചെണ്ട തിരനോട്ട സമ്പ്രദായം നിർത്തല്ല ചെയ്തത്. പണ്ട് എന്തില്ലായിരുന്നു? ചെണ്ടയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കഥകളിയിൽ എന്ത് ചെയ്യുന്നു? ചെണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരനോട്ട സമ്പ്രദായം, അതായത് കത്തി, താടി, ഇവയുടെയൊക്കെ തിരനോട്ട സമ്പ്രദായം കൂടി ഇപ്പോഴത്തെ കഥകളിയിലുണ്ട്. അതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? വെട്ടത്തുനാടൻ സമ്പ്രദായമാണ്. വെട്ടത്തുനാട്ടിൽ കൊണ്ടുവന്ന സമ്പ്രദായമാണ്. ദെൻ അടുത്തതായിട്ട് കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കഥകളിയാണ് ഇത്. രാവണന്, നരകാസുരനൊക്കെ. ഈ കത്തിവേഷങ്ങൾക്കുള്ള പ്രാധാന്യങ്ങൾ കൂടിയതും, അതായത് വേഷവിധാനങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഇതാണ് കപ്ലിങ്ങോടൻ സമ്പ്രദായത്തിൽ വരുന്നതാണ്. കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചതും അതുപോലെ വേഷവിധാനങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെയാണ് കപ്ലിങ്ങോടൻ സമ്പ്രദായത്തിൽ വരുന്നത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് അതാരാണ്? കപ്ലിങ്ങോടൻ സമ്പ്രദായം കൊണ്ടുവന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. ദെൻ മൂന്നാമതായിട്ടുള്ളത് കല്ലടിക്കോടൻ സമ്പ്രദായങ്ങളായിരുന്നു കോട്ടയം തമ്പുരാന്റെ. ദെൻ കഥകളിയിൽ വരുന്ന സമയത്ത് പ്രധാന വാദ്യ ഉപകരണങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങൾ ചെണ്ട, ഇലത്താളം, ചേങ്ങല, ശംഖ്, ഇടക്ക, ശുദ്ധമദ്ദളം പോലുള്ള കാര്യങ്ങളാണ്. അതായത് ചെണ്ട, ഇലത്താളം, ചേങ്ങല, ശംഖ്, ഇടക്ക, ശുദ്ധമദ്ദളം. ഓക്കെ. ശുദ്ധമദ്ദളം, മദ്ദളം തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ശുദ്ധമദ്ദളാണ് കഥകളിയിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ശംഖ് യൂസ് ചെയ്യാറുണ്ട്, ചേങ്ങല യൂസ് ചെയ്യാറുണ്ട്, ചെണ്ട യൂസ് ചെയ്യാറുണ്ട്, ഇലത്താളം ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താണ്? കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ്. അപ്പൊ 4 കൊടുത്തിട്ട് ഇതിൽ കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏത് എന്ന് ചോദിക്കാം.
അപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു വെക്കാം. ദെൻ കഥകളിയിലെ വേഷങ്ങളെ കുറിച്ച്, അതിലെ ചടങ്ങുകളെ കുറിച്ചാണ് അടുത്തത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് തൽക്കാലം ഇത്രയും മതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കലയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കേരളത്തിലെ ചിത്രകലകളെ കുറിച്ച് പറഞ്ഞു, ദെൻ കാർട്ടൂണുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദെൻ പ്രധാനപ്പെട്ട ദൃശ്യകലയുടെ ആവിർഭാവം പറഞ്ഞു, അതായത് കൃഷ്ണനാട്ടം രാമനാട്ടം ഒക്കെ പറഞ്ഞു, ദെൻ പ്രധാനപ്പെട്ടിട്ടുള്ള ദൃശ്യകലയായ കഥകളിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥകളി പൂർത്തിയായിട്ടില്ല, കുറച്ചും കൂടി ഇതിൽ പറയാനുണ്ട്, വേറെ കുറച്ച് ദൃശ്യകലകളെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.